നമസ്കാരം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഒരു വിധി നടപ്പാൻ മുമ്പ് പ്രപഞ്ചം കുറേ സൂചനകൾ കാണിക്കും. അപ്പം എന്തോ ആവട്ടെ, എന്ത് വിഷയം നന്മയായാലും തിന്മയായാലും നിങ്ങൾക്ക് സംഭവിക്കും മുമ്പ് പ്രപഞ്ചം കുറേ സൂചനകൾ കാണിക്കും. അത് നിങ്ങളുടെ ചക്രങ്ങളുടെ ശക്തിയിലൂടെ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അവൻ പോവാത്ത ഒരു അമ്പലമില്ല. ഏത് അമ്പലം കണ്ടാലും അവിടെ പോകും. പക്ഷെ അവൻ്റെ ജീവിതം ദുരിതങ്ങളാണ്. മന്ത്രദീക്ഷയില്ലാതെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കും, ഒരുപാട് ചരട് കെട്ടും. ഇതിൻ്റെയൊക്കെ നമ്മളെ ഹിന്ദുക്കളിലാണ് കൂടുതൽ പരാജയം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഊർജം എന്തെന്നറിയില്ല, ചക്രങ്ങൾ എന്തെന്നറിഞ്ഞൂടാ. ഈ അമ്പലങ്ങളിൽ പോകുന്നത് തെറ്റല്ല, പക്ഷേ നമ്മൾ മന്ത്രദീക്ഷയില്ലാതെ മന്ത്രം ചൊല്ലുമ്പോൾ നമ്മുടെ ചക്രങ്ങൾ കൊണ്ടുവന്ന വ്യതിയാനം. എന്നാൽ പോവേണ്ട കുടുംബക്ഷേത്രങ്ങളിൽ തിരിഞ്ഞു നോക്കാറില്ല. മൂലാധാര ചക്രങ്ങളുടെ ദോഷങ്ങൾ മാറ്റിത്തരും. നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. നിങ്ങൾ കുടുംബക്ഷേത്രത്തിലെ ഊർജ്ജങ്ങൾ നിങ്ങൾ നല്ല രീതിയിലാണ് സംരക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടോ തലമുറയ്ക്ക് ദുരിതങ്ങളോ ഉണ്ടാവത്തില്ല. പക്ഷേ ഇതൊന്നും നമ്മൾ ഹിന്ദുക്കൾ, ബാക്കി മതക്കാരും അവർക്ക് ഏഞ്ചൽ ഹീലിംഗ് ചക്രങ്ങളെ കുറിച്ച് കുറച്ചുകൂടെ അറിവുണ്ട്. പക്ഷെ നമ്മൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ല. അല്ലെങ്കിൽ തന്നെ അമിതമായ അറിവില്ലാത്ത അന്ധവിശ്വാസം എന്ന് പറയും. അറിവില്ലാതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരും ഓരോ ഊർജ്ജങ്ങളാണ്, ജന്മജന്മാന്തരങ്ങളായി ചെയ്ത് ഈ ഇന്ന അവസ്ഥയിലേക്ക് എത്താൻ ഒരു ഊർജ്ജങ്ങളാണ്. എന്ന് വെച്ചാൽ ജന്മജന്മാന്തരം നന്മയും തിന്മയും എല്ലാം ചെയ്ത് ഒരു അവസ്ഥയിലിരിക്കുകയാണ്. ഈ അവസ്ഥയ്ക്ക് എത്താൻ കാരണം നീ തന്നെയാണ്. നിങ്ങളുടെ ചക്രങ്ങളുടെ ഡിസ്ലൊക്കേഷൻ കാരണമാണ് നിങ്ങളെ വിധി രൂപീകരിക്കുന്നത്. ഇപ്പം ലോകത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിൽ പോയി, കുടുംബക്ഷേത്രത്തിൽ പോയില്ല, അവന് ദുരിതമാണ്. 100% അവന് ഭാവിയിൽ ഒരുപാട് സ്റ്റെബിലിറ്റി കുറവുണ്ടാകും, ഒരുപാട് ദുരിതങ്ങളുണ്ടാകും. ഇപ്പം ഒരുപാട് വളർന്ന് പന്തലിക്കുന്ന ഒരു മരം, അതും പന്തലിച്ച് വന്നപ്പോൾ വേര് അതിനൊരു തടസ്സമാണ്. വേര് മുറിച്ച് കളഞ്ഞിട്ട് വീണ്ടും പന്തലിക്കാൻ ശ്രമിക്കും പോലെയാണ് നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ തിരിഞ്ഞു നോക്കാതിരുന്നത്. നിങ്ങളെ ചക്രങ്ങളിൽ വ്യതിയാനം സംഭവിക്കും. മനസ്സിലായില്ലേ? നമ്മുടെ ഊർജ്ജം, നമ്മുടെ പ്രഭാവലയം ഹീല് ചെയ്യാൻ പഠിക്കണം. അമ്പലങ്ങളിലോ ഒരു പ്രഭാഷണ ക്ലാസ്സിലോ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തരാം, ദൈവങ്ങളെക്കുറിച്ച് പറഞ്ഞു തരും. എന്നാൽ ദൈവങ്ങൾ കുടികൊള്ളുന്നത് നമ്മുടെ ഉള്ളിലാണ്. ക്ഷേത്രങ്ങളിൽ പോകേണ്ടതെന്നല്ല, ആവശ്യമുള്ള ക്ഷേത്രങ്ങളിൽ പോകണം. ഇപ്പം എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വരുന്നവർക്കെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ട്, റിലേഷൻഷിപ്പ് ബുദ്ധിമുട്ട്, പല രീതിയിൽ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ക്ഷേത്രങ്ങൾ, ചില ക്ഷേത്രങ്ങളിൽ ചില വ്യക്തികൾ പോകാൻ, ചിലത് പൂർവ്വജന്മം അനുസരിച്ച് ചില ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല, അങ്ങനെയുണ്ട്. ചില ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ലാത്ത ക്ഷേത്രങ്ങളുമുണ്ട്. നമ്മുടെ ചക്രങ്ങളിൽ വ്യതിയാനം സംഭവിക്കും. അപ്പം മൂലാധാര ചക്രങ്ങളൊക്കെ ഹീൽ ചെയ്യണം. നമ്മൾ കുടുംബക്ഷേത്രം സംരക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മൂലാധാര ചക്രങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കും. സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രതിസന്ധികളുണ്ടാകും, കുടുംബ ബന്ധങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാകത്തില്ല, സമാധാനം കിട്ടത്തില്ല, അങ്ങനെ ഒരുപാട് ദുരിതങ്ങളുണ്ടാകും. അപ്പം ചക്ര ക്ലെൻസിങ് നിങ്ങൾ പഠിച്ചിരിക്കണം. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് 24 മണിക്കൂർ അമ്പലമാണ്. അവൻ ഒരു ദിവസം പോലും അമ്പലത്തിൽ പോവാതിരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ജോലിക്ക് പോകില്ല, എന്നാലും അമ്പലത്തിൽ പോകും. എന്നായിട്ട് മന്ത്രദീക്ഷയില്ലാത്ത, ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ ഒരുപാട് മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കും. ചരട് കയ്യിൽ ഫുള്ള് രത്നങ്ങളൊക്കെ ഒരുപാട് ഊർജ്ജങ്ങളാണ്. നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള രത്നങ്ങൾ മാത്രമേ ധരിക്കാവൂ. ഈ രത്നം വിൽക്കുന്നവരുടെ സാമ്പത്തികം മെച്ചപ്പെടാൻ വേണ്ടി ഒരുപാട് രത്നം ധരിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുമെങ്കിൽ വിധിച്ചിട്ടുള്ള പൂർവ്വജന്മം അനുസരിച്ച് വിധിച്ചിട്ടുള്ള രത്നങ്ങൾ മാത്രമേ ധരിക്കാവൂ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പവിഴ രത്നം ധരിച്ച് ദുരിതമാണ്. അവൻ്റെ കുടുംബജീവിതം ദുരിതമായി, അവൻ്റെ ജോലി സംബന്ധമായിട്ട് ദുരിതമായി, ഒരുപാട് ദുരിതം. ഊർജ്ജങ്ങൾ മാറും, നിങ്ങളെ ചക്രങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കും, നിങ്ങളെ പ്രഭാവലയം മാറും. അപ്പം നിങ്ങൾ നിമിത്തങ്ങൾ ശ്രദ്ധിക്കുമെന്ന് അറിഞ്ഞൂടാ. നിമിത്തങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. നിങ്ങൾക്ക് ദുരിതമായാലും ഐശ്വര്യമായാലും നിങ്ങൾക്കൊരു വിധി സംഭവിക്കുമ്പോൾ പ്രപഞ്ചം അത് ഒരുപാട് സൂചനകൾ തരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയാം, ഒരുപാട് സൂചനകൾ തരും. അത് നിങ്ങളെ ചക്രങ്ങളുടെ പവറാണ്. മനസ്സിലായി? അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വിധിക്കപ്പെടുന്നത് നിങ്ങൾ തന്നെയാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ പൂർവ്വജന്മം അനുസരിച്ച് നന്മയും തിന്മയും ചെയ്ത് ഒരവസ്ഥയിലായിട്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ ചിലവർക്ക് ഒരുപാട് ജീവിതകാലം ജനിക്കുമ്പം മുതൽ അവസാനം വരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ ഊർജ്ജ പ്രവാഹം, ചക്രങ്ങൾ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് അവർ പരിഹരിക്കണം. ചിലവർക്ക് നല്ല ജോലിയൊക്കെ കാണും, പക്ഷെ കുടുംബജീവിതം സമാധാനങ്ങൾ ദുരിതമായിരിക്കും. ചിലവർ ലവ് മാരേജ്, നല്ല 10 പൊരുത്തമുണ്ടെന്ന് നമുക്ക് കല്യാണം കഴിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൂർവ്വജന്മം കൂടെ നോക്കണം. 10 പൊരുത്തം, പക്ഷെ ഇവർ ജീവിതത്തിൽ സമാധാനം കാണത്തില്ല. അത് നോക്കുമ്പോൾ ഹാർട്ട് ചക്ര അവിടെ ഒരുപാട് ദുരിതങ്ങളായിട്ടിരിക്കും. അത് ഹീൽ ചെയ്യാൻ പറഞ്ഞു കൊടുക്കാനോ ഹീൽ ചെയ്യാനുള്ള അറിവോ അവർക്കുണ്ടായിരിക്കും. അവർക്ക് ആകപ്പാടുള്ളത് അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്യണം, തെറ്റുന്നൊന്നുമല്ല. ഈ വഴിപാട് ചെയ്യുന്നതൊക്കെ ഇസ് എ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ്. നമ്മുടെ ചക്രങ്ങൾ ഹീൽ ചെയ്യിക്കാൻ ആവശ്യമുള്ള ഊർജ്ജങ്ങളാണ്. ഇപ്പം ഒരാളെ സംബന്ധിച്ചിടത്തോളം പൂർവ്വജന്മം അനുസരിച്ച് ഉപാസിക്കേണ്ട ചില മൂർത്തികളുണ്ട്. അല്ലാതെ എല്ലാ മൂർത്തികളെ പ്രാർത്ഥിക്കാം, അമ്പലത്തിൽ പോവാം, ശൈതിത്രയ ഊർജ്ജങ്ങളാണ് അമ്പലങ്ങളിൽ, നമ്മുടെ ഊർജ്ജങ്ങളാണ്. അപ്പം നമുക്ക് റിപ്പൾഷൻ ഉണ്ടാകുന്ന ഊർജ്ജങ്ങളുണ്ട്, അട്രാക്റ്റ് ചെയ്യണ ഊർജ്ജങ്ങളുണ്ട്. ചില ഊർജ്ജങ്ങൾ നമ്മളെ ഒരുപാട് ദുരിതത്തിലാക്കും. മനസ്സിലായില്ലേ? ചില ഒരു വ്യക്തിക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതും ഹൃദയം കൊടുക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൊടുക്കുമ്പോൾ നമ്മളെ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ഒരാളുടെ ഊർജ്ജം നമ്മളിലേക്ക് വരും.
നമ്മളിലേക്ക് വന്നു ചേരും. ചിലവർ പറയാറില്ലേ, ഒരു കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി വരുമ്പോൾ ആ പെൺകുട്ടിയുടെ ഐശ്വര്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു. അത് ഊർജ്ജം, നമുക്ക് ആവശ്യമുള്ള ഊർജ്ജമാണ് ആ പെൺകുട്ടിയെങ്കിൽ അയാൾ രക്ഷപ്പെടും. ചിലവരെ കല്യാണം കഴിക്കുമ്പോൾ മുതൽ ദുരിതമായിരിക്കും. കാര്യം എന്താണ്? ഊർജ്ജം. നമുക്ക് 10 പൊരുത്തമൊക്കെ കാണും, പക്ഷെ തെറ്റായിട്ടുള്ള ഊർജ്ജം. ഇവർ പൂർവ്വജന്മം നോക്കാൻ ശത്രുക്കളായിരിക്കാം. അത്തരത്തിലുള്ള ഊർജ്ജങ്ങൾക്ക് ഒരുപാട് ദുരിതങ്ങൾ. അപ്പം ചക്രങ്ങളെക്കുറിച്ച്, ഊർജ്ജങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരു ധാരണ വേണം. നിങ്ങൾ കുടുംബക്ഷേത്രം മറന്ന് ഏത് അമ്പലത്തിൽ പോയാലും അതിന് മൂലാധാര ചക്രം മറന്ന് എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും നിങ്ങളുടെ തലമുറയ്ക്ക് ഗതി പിടിക്കത്തില്ല. ഒരുപാട് ഫൈനാൻഷ്യലായിട്ട് ഒരുപാട് അൺസ്റ്റേബിലിറ്റി വരും. നിങ്ങളൊരു ലൂപ്പിൽ പെട്ടു എന്ന് വെച്ചാൽ പ്രശ്നങ്ങളിൽ നിന്ന് മറികടക്കാൻ പറ്റത്തില്ല. ഒരു ലൂപ്പ്, അത് ഹീൽ ചെയ്യാൻ വേണ്ടി വരും അവസാനം. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ആത്മീയത, സ്വന്തം ആത്മാവിനെ തിരിച്ചറിഞ്ഞ് വേണം അമ്പലങ്ങളിലേക്കായാലും പോകാൻ. അതായത് ജീവിക്കാൻ വേണ്ടി. അതായത് നമ്മളിലേക്ക് വന്നു ചേരുന്ന ഊർജ്ജം നന്മയുടേതാണോ തിന്മയുടേതാണോ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഊർജ്ജമാണോ? ഒരു വ്യക്തി ഇപ്പം ഒരു പാർട്ണർഷിപ്പിൽ ബിസിനസ് നടത്തും, ആ വ്യക്തിയും അയാളും കൂടെ ചേരുമ്പോൾ എന്ത് അവസ്ഥയായിരിക്കും സംഭവിക്കുന്നത്? രണ്ട് ഊർജ്ജമാണ്. രണ്ട് കർമ്മ മേഖലയുടെ 2 അവസ്ഥയിലൂടെ വന്ന ജന്മാന്തരമായിട്ട് വന്ന 2 ഊർജ്ജം. ഒരു പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുമ്പോൾ ചിലവർ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നായകന്മാർ, ഇപ്പം സിദ്ദിഖ് മോഹൻലാലുമായിട്ട് സിനിമ ചെയ്ത ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അതൊക്കെ പൊട്ടിപ്പാര. അതെന്ന് വെച്ചാൽ 2 ലെജൻസ് ആണ്. പക്ഷേ ഈ 2 ഊർജ്ജം മാത്രം, സിദ്ദിഖ് ലാലിൻ്റെ കാര്യമല്ല, സിദ്ദിഖ് മാത്രം ഉൾപ്പെട്ട് മോഹൻലാലുമായിട്ട് ചിത്രീകരിച്ചപ്പോൾ അത് പരാജയമായി. 2 ഊർജ്ജമാണ്. അപ്പം ചില ഊർജ്ജങ്ങൾ ചിലതുമായിട്ട് ചേരത്തില്ല, റിപ്പൾഷൻ ഉണ്ടാകും, ഒരുപാട് ദുരിതങ്ങളുണ്ടാകും. അതിപ്പം മാരേജ് ലൈഫായാലും ബിസിനസ് ആയാലും നമ്മൾ ഈ ചക്രങ്ങൾ നമുക്ക് ചേർന്ന ഊർജ്ജമാണോ നമ്മളിലേക്ക് വന്ന് ചേരുന്നത് എന്ന് നമ്മൾ വിലയിരുത്തണം. അത് പ്രശ്നത്തിൽ തെളിയണം. അതാണ് വിവാഹ പ്രശ്നത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയണം. എന്ന് വെച്ചാൽ ഇന്ന വ്യക്തി ഇന്ന ആളോട് ചേരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, എന്തായിരിക്കും സംഭവിക്കുക എന്നത് തെളിയും. 10 പൊരുത്തത്തിനേക്കാൾ ഉപരി അതിൽ തെളിയും. ഇവരെ ഈ പൂർവ്വജന്മം എല്ലാം അതിൽ തെളിയും. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മന്ത്രദീക്ഷ ഇല്ലാതെ മന്ത്രം ജപിക്കുന്ന രത്നങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത ഇപ്പം എന്ത് രത്നം ധരിച്ചാലും, ഇപ്പം നവഗ്രഹ മോതിരം ധരിച്ചുകൊണ്ട് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. ചില രത്നങ്ങൾ ചിലർക്ക് ധരിച്ചുകൂടാ. ഞാൻ എൻ്റെ പറഞ്ഞില്ലേ, ഒരു സുഹൃത്ത് പവിഴം ധരിച്ച് ദുരിതത്തില്ലേ, പവിഴം ധരിച്ച് അയാൾക്ക് പവിഴം ധരിച്ചുകൂടായിരുന്നു. അയാൾ പവിഴം ധരിച്ച സാമ്പത്തിക ഒരുപാട് ദുരിതങ്ങളായി, കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നത്തിലായി. പവിഴം ധരിക്കുന്നത് രത്നങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചക്രങ്ങളിൽ ഒരുപാട് വ്യതിയാനം സംഭവിക്കും, ഊർജ്ജങ്ങളിൽ മാറ്റം സംഭവിക്കും. ഇപ്പം മൂലാധാരമായിട്ട്, സ്വാധിഷ്ഠാനമായിട്ട്, മണിപൂരമായിട്ട്, നമ്മളെ സഹസ്രാരം ഉൾപ്പെടെ ഈ ചക്രങ്ങൾക്ക് സ്വാധീനിക്കാനുള്ള കഴിവുണ്ടാവും. മനസ്സിലായില്ലേ? ഈ ഭയം ചിലവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളിൽ തന്നെ പെട്ടുപോകും ചില രത്നങ്ങൾ ധരിക്കുമ്പോൾ. മനസ്സിലായില്ലേ? ഈ സെലിബ്രിറ്റീസ് കൂടുതൽ രത്നങ്ങൾ ധരിക്കുന്നവരാണ്. അവർക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ പണം ഉണ്ടാകുമ്പോൾ രത്നങ്ങളൊക്കെ വാങ്ങിച്ചിടും. പക്ഷെ അത് അവർക്ക് വിധിച്ചിട്ടുള്ള രത്നങ്ങളാണോ? അത് നമ്മൾ നോക്കണം. നമ്മുടെ ആരുടം തെളിയണം. പൂർവ്വജന്മം അനുസരിച്ച് ഈ രത്നം അവർക്ക് തെളിഞ്ഞിട്ടുണ്ടോ, വിധിച്ചിട്ടുള്ള രത്നമാണോ അവർ ധരിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ഊർജ്ജങ്ങളിൽ മാറ്റം ഉണ്ടായാൽ നിങ്ങളെ വിധി മാറും. വിധി മാറ്റാൻ നമ്മളിപ്പം വിധിക്കപ്പെട്ടതാണ് ഒരു വിധി ഉണ്ടെങ്കിൽ അത് നടപ്പിലാകും. പക്ഷെ പ്രശ്നങ്ങൾ, ചിലവർ ലൂപ്പിലകപ്പെടും. ചിലവർക്ക് ജീവിതകാലം മുഴുവൻ സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞായിട്ട് കണ്ടിട്ടില്ലേ? ചിലവരുടെ കുടുംബജീവിതം തുടക്കം മുതൽ അവസാനം വരെ പ്രശ്നങ്ങളായി. ചിലവർക്ക് പേടി, ഭയം എന്ന് വെച്ചാൽ ഒരു ഇൻട്രോവേർട്ട് മനോഭാവം എന്ന് വെച്ചാൽ ഒന്നിനോട് ഒരു ധൈര്യമില്ലായ്മ. ഇതൊക്കെ നമ്മുടെ ചക്രങ്ങളുടെ ഡിസ്ലൊക്കേഷനാണ്. ഇത് കുഞ്ഞിലേ മാറ്റേണ്ടതാണ്. പകുതി വെച്ച് മാറ്റുമ്പോൾ അത് അവർക്ക് മാറാനുള്ള ടെൻഡൻസി ഉണ്ടാവണമെന്നില്ല. പ്രഭാവലയത്തിൽ മാറ്റം. നിങ്ങൾ ഏത് അമ്പലത്തിൽ പോയാലും കുടുംബക്ഷേത്രം മറന്ന് അമ്പലത്തിൽ പോയ ദുരിതമാണ്. ഞാൻ ഇപ്പോൾ ജനിച്ചപ്പോൾ മുതൽ ഇന്ന ഗണപതി ഭക്തൻ അല്ലെങ്കിൽ ഗുരുവായൂർ ഭക്തൻ ആയിക്കോ, കുഴപ്പം, ഞാനും ഗുരുവായൂർ ഭക്തനാണ്. പക്ഷെ കുടുംബക്ഷേത്രം മറന്നു കഴിഞ്ഞാൽ നിങ്ങൾ മൂലാധാര ചക്രം മാറിപ്പോവും. ആ ഊർജ്ജം, കുടുംബക്ഷേത്രത്തിലെ ഊർജ്ജം റിപ്പൾഷനായിട്ട് തെറ്റായിട്ടുള്ള രീതിയിലാണ് നിങ്ങളിലേക്ക് ഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ മൂലാധാര ചക്രം സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. ഒരുപാട് ദുരിതങ്ങളുണ്ടാകും, തടസ്സങ്ങൾ വരും. മനസ്സിലായില്ലേ? അപ്പം ഈ കുടുംബക്ഷേത്രത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുപോലെ ചക്രങ്ങൾക്ക് നിങ്ങൾ ആത്മീയ അറിവ്, ഈ രാമായണ മഹാഭാരതം പഠിക്കേണ്ടെന്നല്ല, അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിവുള്ളതാണ്. പക്ഷേ ഈ ചക്രങ്ങളെക്കുറിച്ചുള്ള അറിവോ പ്രഭാവലയത്തെക്കുറിച്ചുള്ള അറിവോ അമ്പലങ്ങളെക്കുറിച്ചുള്ള അറിവോ ആരും പറഞ്ഞു തരുന്നില്ല. അമ്പലത്തിൽ ഇപ്പോൾ ഒരുപാട് ചരട് കെട്ടിയാൽ രക്ഷപ്പെടുമെന്നാണ് വിചാരം. അമ്പലങ്ങൾക്ക് ഒരുപാട് ചരട് കെട്ടിയാൽ നിങ്ങളുടെ ഊർജ്ജങ്ങൾ മാറും. ശരീരം ഒരിക്കലും ക്ഷേത്രമാകാൻ പാടില്ല. മനുഷ്യനായി ജനിച്ചാൽ നമുക്ക് മനുഷ്യനായിട്ടുള്ള ചില പ്രക്രിയകൾ ചെയ്യേണ്ടി, ചിലപ്പോൾ നോൺ വെജ് കഴിക്കേണ്ടി വരും, ചില മനുഷ്യനായ രീതിയിൽ ജീവിക്കേണ്ടി വരും. അപ്പം ശരീരം ക്ഷേത്രമാക്കുമ്പോൾ അത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ഒരുപാട് ദുരിതങ്ങൾ വരും. മനസ്സിലായില്ലേ? മനുഷ്യനായി ജനിച്ചാൽ മനുഷ്യനായിട്ട് ജീവിക്കേണ്ടി വരും. മനുഷ്യനായിട്ട് ജീവിക്കണം. അവിടെ ശരീരം അമ്പലമാക്കാൻ നിന്നാൽ നമ്മുടെ ഊർജ്ജങ്ങളിൽ വ്യതിയാനം സംഭവിക്കും, ഒരുപാട് ദുരിതങ്ങൾ വരും. പ്രത്യേകിച്ച് മന്ത്രദീക്ഷയില്ലാതെ മന്ത്രം ജപിക്കുന്നവർ, രക്തധാരണ അറിവില്ലാതെ രക്തം ധരിക്കുന്നവർ എല്ലാം ശ്രദ്ധിക്കണം.
ഓക്കെ, അപ്പോൾ ഈ ഊർജ്ജങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതിപ്പോൾ ബിസിനസ് മേഖലയായാലും ശരി, കുടുംബജീവിതമായാലും ശരി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവി നിർണ്ണയിക്കാൻ അതിന് സഹായിക്കും, അത് കാരണമാകും. ഓക്കെ, അതിപ്പോൾ കുടുംബജീവിതത്തിൽ ഒരുപാട് സഫർ ചെയ്യണവരെ ചക്രങ്ങൾ നമുക്ക് നോക്കുമ്പോൾ പറയാം, ഹാർട്ട് ചക്ര, അവർക്ക് ഹാർട്ട് ചക്ര ഹീൽ ചെയ്താലേ അതിന് സമാധാനം കിട്ടത്തുള്ളൂ. അതുപോലെ അവരവിടേക്ക് എത്താൻ ഒരു വിധിയുണ്ട്, അവരെ പൂർവ്വജന്മം അനുസരിച്ച് ഇന്ന അവസ്ഥയിലെത്താൻ. അത് നമ്മൾ ആരുടെ നോക്കുമ്പോൾ തെളിയും. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം ഞാൻ ഈ ചക്രങ്ങളെക്കുറിച്ച് പറയാനാണോ, ഈ നമ്മുടെ പ്രഭാവലയം സംരക്ഷിക്കേണ്ട കടമ പൂർണ്ണമായിട്ട് നമ്മുടേതാണ്. അത് സംരക്ഷിച്ചാൽ മാത്രമേ നല്ലൊരു ഭാവി, നല്ലൊരു വിധി നമുക്കായി തുറക്കപ്പെടുകയുള്ളൂ. നന്ദി, നമസ്കാരം.